ശിവാപരാധക്ഷമാപണ സ്തോത്രത്തിൽ 12ാമത് ശ്ലോകം. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. കയ്യ്, കാല്, വാക്ക് തുടങ്ങിയ കർമ്മേന്ദ്രിയങ്ങൾ, ചെവി, കണ്ണ് തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങൾ, പിന്നെ എൻ്റെ മനസ്സും, ഇവരുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ മൂലം അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിരിക്കുന്ന എൻ്റെ സർവ്വ അപരാധങ്ങളും, മാത്രമല്ല ഞാൻ ചെയ്യേണ്ടുന്ന സത്കർമ്മങ്ങൾ ചെയ്യുകയായാലും ചെയ്യരുതാത്ത ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയായാലും ബാധിച്ചിരിക്കാവുന്ന എൻ്റെ സർവ്വപാപങ്ങളും ഹേ പരമേശ്വര ക്ഷമിക്കണേ. നമ്മൾ നമ്മുടെ മനസാക്ഷിക്കെതിരായിട്ട് പ്രവർത്തിച്ചു പോകുന്നതിനെയാണ് പാപം എന്ന് പറയണത്. അതായത് ചില വിഷയങ്ങളുടെ പ്രലോഭനങ്ങളിൽ കുടുങ്ങി, അല്ലെങ്കിൽ കാമലോഭത്തിന് വശഗതനായി ഭോഗ്യവസ്തുക്കൾ നേടാനായിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ അറിവിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ബുദ്ധി നമുക്ക് മുന്നറിയിപ്പ് നൽകും. അത് വകവയ്ക്കാതെ മിക്കവാറും പ്രവർത്തിക്കുമ്പോഴാണ് ഈ പാപം ഉണ്ടാവുന്നത്. ഇങ്ങനെയുള്ള കാമാഭിവേശത്തിന് പൂർവികർ നൽകിയ പേരാണ് കാമദേവൻ. ആ കാമദേവനെ ഹരിച്ചവനാണ് ശിവൻ. അതുകൊണ്ടാണ് ശിവന് കന്ദർപ്പഹരൻ എന്നൊരു പേര്. കാമാരിയായ ഹേ പരമേശ്വരനോടുള്ള പ്രാർത്ഥനയാണിത്. കാമാന്ധനായി നടന്ന് പരവശനായി ഞാനിതാ അവസാനം അങ്ങയുടെ കാരുണ്യത്തിനായി അപേക്ഷിക്കുകയാണ്. എൻ്റെ അപരാധങ്ങളൊക്കെ പുറത്ത് അനുഗ്രഹിക്കണം. എൻ്റെ ഹൃദയ ശ്രീകോവിലിൽ ഞാൻ അങ്ങയെ പ്രതിഷ്ഠിക്കുന്നു. വന്ന് സ്ഥാനം ഉറപ്പിച്ചാലും എൻ്റെ സമസ്ത അപരാധങ്ങളും പുറത്ത് ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഒരുക്കിയ സ്വന്തം വ്യാമോഹങ്ങളിൽ കുടുങ്ങി വലയുന്ന നിസ്സഹനായ എന്നെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ സഹായിക്കണേ എന്നാണ് പ്രാർത്ഥന. നമ്മൾ ഈ ഭൂമിയിൽ ജന്മമെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കർമ്മസഞ്ചയങ്ങൾ തീർക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകണം എന്ന് ആദ്യമേ നമ്മുടെ ആത്മാവ് തീരുമാനിച്ച് വയ്ക്കും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾക്ക് ജന്മമെടുത്ത് കഴിയുമ്പോൾ ഓരോ സമയത്ത് പല പല അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്. അതാണ് നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണിതൊക്കെ. നമ്മൾ സ്വയം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പം അത് ആത്മാവിൻ്റെ ഒരു അജ്ഞതയാണ്. നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ നമ്മളെ ഇഷ്ടദൈവത്തെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അജ്ഞതയിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും. നമ്മുടെ കർമ്മസഞ്ചയങ്ങളെല്ലാം ഒറ്റയടിക്ക് തന്നെ തീർന്നു പോവുകയും ചെയ്യും. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ നിർബന്ധമായും ജപിക്കേണ്ടുന്ന ശ്ലോകമാണ് ഈ 12ാമത് ശ്ലോകം. നിത്യേനയുള്ള കർമ്മങ്ങളിൽ നിന്നുള്ള രക്ഷ നൽകുന്ന സ്തോത്രം. ശ്രീ സ്വാമി ചിന്മയാനന്ദജിയുടെ ലളിതമായ വ്യാഖ്യാനമാണ് ഇവിടെ വിവരിച്ചിരുന്നത്. ഇതിവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.